എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വെൽക്കം. ഇന്ന് ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. രാവിലെ തന്നെ ഇഷു ബേബി എണ്ണീറ്റു. അല്ല ഇഷു, കഴിഞ്ഞ ദിവസം ഇഷുവിൻ്റെ കാത് കുത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആദ്യം എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാത് കുത്തുമ്പം ഉള്ള കരച്ചിലല്ലാതെ വീണ്ടും വന്നിട്ട് പ്രശ്നമായിരിക്കുമെന്ന്. പക്ഷെ അപ്പോഴത്തെ ഒരു ഇതേ ഉള്ളായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ കുത്തി മറിയായിരുന്നു സെയിം ഡേ. എനിക്ക് പേടിയായിരുന്നു അത് ഉടക്കുമെന്ന്, വേദനിക്കുമെന്നൊക്കെ. പക്ഷെ അവൾക്കൊരു കുഴപ്പമില്ലായിരുന്നു, കൂളായിരുന്നു. അപ്പം ഞാൻ ഇനി കോഫി കുടിക്കട്ടെ. ഇല്ലെങ്കിൽ ഇവളുടെ മൂഡ് പോവുകയാണെങ്കിൽ എൻ്റെ കോഫി കുടിക്കുന്നത് നടക്കത്തില്ല, ലേറ്റ് ആവും. പിന്നെ ഇത് ഓൾ എർത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 0 കാലറി സ്വീറ്റ്നറാണ് കേട്ടോ. സാധാരണ എനിക്ക് സ്വീറ്റ്നസ് ഇഷ്ടമല്ല, എനിക്ക് ആഫ്റ്റർ ടേസ്റ്റ് വരും. പക്ഷേ ഇത് മോങ് ഫ്രൂട്ടിൻ്റെ, ഇതിന് ഒരു ആഫ്റ്റർ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഞാനങ്ങനെ ഷുഗർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ചില ദിവസങ്ങളിൽ ഞാൻ ഇതിട്ടാണ് കുടിക്കാറുള്ളത്. ഷുഗർ പോലെ തന്നെ ഇരിക്കും, പക്ഷേ ഷുഗറിനെക്കാട്ടി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി കിട്ടാൽ കുറച്ചും കൂടി മധുരം ഫീൽ ചെയ്യത്തുള്ളൂ. കോഫിയുടെ കൂടെ തന്നെ ഞാനങ്ങ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രെഡും എഗ്ഗോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാറുള്ളത്. ഇന്നെന്തോ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ ഇവിടെ ഞാൻ മാത്രമാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വലിയ മൂഡിലെന്നൊക്കെ ഞാൻ ഡയലോഗ് അടിച്ചെങ്കിലും പിന്നെ കോഫിയുടെ 2 ബുൾസ് ഉണ്ടാക്കി കഴിച്ചു. ഞാനിതിൻ്റെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷേ അല്ല കേട്ടോ, ഇത് അത്യാവശ്യം നീണ്ട വ്ളോഗാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു ഒർലാൻഡോ വരെ പോകാമെന്നുള്ളത്. അങ്ങനെ ഞാനും ഇഷു ബേബിയും പോയി റെഡി ആയിട്ടുണ്ട്. ഒരു 10:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കിനും. ഒർലാൻഡോയിലാണ് കേട്ടോ ഫേമസ് ഡിസ്നി വേൾഡ് ഉള്ളത്. ഫസ്റ്റ് ഡിസ്നിയുടെ വേൾഡ് തീം പാർക്ക് വരുന്നത് ഫ്ലോറിഡയിൽ ഒർലാൻഡോയിലാണ്. നമ്മുടെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഡിസ്നി ആയിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് യൂട്യൂബ് ചാനലൊന്നും ഇല്ലാത്തതുകൊണ്ട് വ്ളോഗൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഇഷുവിനൊരു 2 ഇയേഴ്സൊക്കെ ആയിട്ട് വേണം പോകാൻ. അവൾക്ക് കുറച്ചെങ്കിലും തിരിച്ചറിയുന്ന ഒരു സമയമായിട്ടല്ലേ പോയിട്ട് കാര്യമുള്ളൂ. നമ്മുടെ ഈ കാറിൻ്റെ ഫുൾ ഗ്ലാസ് ടൈപ്പ് ആയതുകൊണ്ട് ഈ വെട്ടം ഭയങ്കരമായിട്ട് അടിക്കും. അപ്പോൾ അതിങ്ങനെ കവർ ചെയ്ത് വെക്കുന്ന സാധനം ഉണ്ടായിരുന്നു, നമ്മൾ എടുക്കാൻ മറന്നു കേട്ടോ. പിന്നെ അവളുടെ കാർ സീറ്റിൻ്റെത് ഞാൻ കവർ ചെയ്ത് വെച്ചാണ് അവൾ ഉറങ്ങിയത്. ഇല്ലെങ്കിൽ വെട്ടം അടിക്കുമ്പോൾ ഉറക്കം ഡിസ്റ്റർബ് ആകും. അങ്ങനെ ഒരു 1.5 hours നമ്മളവിടെ എത്തി. വലിയ ട്രാഫിക് ഇല്ലായിരുന്നു. പിന്നെ അവളെ ഫീഡ് ചെയ്യേണ്ട ടൈമായി ഫീഡൊക്കെ ചെയ്തു. അങ്ങനെ ഇതാ നമ്മളവിടെ എത്തി. ആ ഡോറിൽ കാണുന്ന സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോകുന്നത്. എല്ലാം ഇൻഡോർ തന്നെയാണ്, കാരണം ഔട്ട്ഡോർ ആലോചിക്കാനേ മേല. അമ്മാതിരി ചൂടാണ്. ഫ്ലോറിഡയിലെ സമ്മർ ഭയങ്കര ചൂടാണ്. ഇപ്പോൾ സ്റ്റാർട്ടായതേ ഉള്ളൂ, എന്നിട്ട് പോലും സഹിക്കാൻ വയ്യ. നമ്മൾ ഒർലാൻഡോയിൽ എവിടെ പോയാലും മിക്ക സ്പോട്ടും ഒരേ വൈബാണ് കേട്ടോ. ഈ ഒരു വൈബായിരിക്കും. ഡിസ്നി, യൂണിവേഴ്സൽ, ഡൈനോസർ, മാവൽ തീംസിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെയാണ് മിക്കയിടത്തും. ഏകദേശം ഉച്ചയായിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഫുഡ് കഴിച്ചിട്ട് ഇനി അങ്ങോട്ട് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും. അപ്പം നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ചൂസ് ചെയ്ത സ്ഥലം നമ്മുടെ മാസ്റ്റർ ഷെഫിലെ ഗോർഡൻ റാംസെ പുള്ളിയുടെ ഫിഷ് ആൻഡ് ചിപ്സ് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഇത് UK കോമൺ ആയിട്ടുള്ള അവരുടെ ഒരു ഫുഡാണ് ഫിഷ് ആൻഡ് ചിപ്സ്. ബേസിക്കലി ഫ്രൈഡ് ഫിഷും കൂട്ടത്തിൽ ഫ്രൈസും. ചിപ്സ് എന്ന് പറയുന്നത് അവർ ഫ്രൈസിനാണ്. നമ്മൾ ഗോർഡൻ റാംസെയുടെ ഫിഷ് ആൻഡ് ചിപ്സിലാട്ടോ ലഞ്ച് കഴിക്കാൻ വന്നത്. ഞാൻ ഫിഷ് ആൻഡ് ചിപ്സ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഭയങ്കര വലിയ ഫാനൊന്നുമല്ല. എനിക്ക് ചിക്കൻ തന്നെ ഇഷ്ടം. പക്ഷേ ഗോർഡൻ റാംസെയുടെ ഇവിടെ ഫസ്റ്റ് ടൈം ലെറ്റ്സ് സീ എങ്ങനെയുണ്ടല്ലോ. പുള്ളി എല്ലാവരും എടുത്തിട്ട് പൊരിക്കുന്നതല്ലേ, നോക്കട്ടെ. ഇന്നലെയൊക്കെ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. പക്ഷേ ഇന്ന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കാലാവസ്ഥ. ചൂടുണ്ട്, ഇന്നലെ സഹിക്കാൻ വയ്യാത്ത ചൂടില്ല. കാരണം ഇന്നലെ നൈറ്റ് തൊട്ട് വെളുപ്പിനെ 3 മണി വരെ നോൺ സ്റ്റോപ്പ് മഴയായിരുന്നു, ഇടിമിന്നൽ. അതുകൊണ്ട് ഇച്ചിരി നല്ല കാലാവസ്ഥയാണ്. ഷേക്ക് വന്നു ഒരു ഐസ്ക്രീം ടേസ്റ്റാണ്, ഐസ്ക്രീം ടെക്സ്ചറുമാണ്. ഇതാണ് ബാക്ക്ഗ്രൗണ്ട് വരുന്നത്. ചെറിയ വാട്ടർഫോളൊക്കെ. നമ്മുടെ ഫുഡ് ഇതാണ് കേട്ടോ. ഫുഡ് കണ്ടിട്ട് കൊള്ളാം. ഫിഷും ഷ്രിമ്പുമാണ്. ഇത് ഫിഷ് അല്ലേ? ഇത് ഫിഷ്, ഇത് ഷ്രിമ്പും പിന്നെ ലോബ്സ്റ്ററും. ഫുഡ് നല്ലതായിരുന്നു. എനിക്ക് ഫിഷിനെക്കാട്ടിലും ലോബ്സ്റ്ററും ഷ്രിമ്പുമാണ് ഇഷ്ടപ്പെട്ടത്. ഫിഷ് എനിക്കിങ്ങനെ ബാറ്ററിൽ മുക്കി ഫ്രൈ ചെയ്യുന്ന വലിയ ഇൻട്രസ്റ്റ് ഇല്ല. മാംഗോ കറി സോസ്. അങ്ങനെ
അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്പോട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എല്ലാം ഈ ഒറ്റൊരു ബിൽഡിങ്ങിനകത്ത് തന്നെയാണ്. നമ്മൾ നേരത്തെ ടിക്കറ്റൊക്കെ എടുത്ത് റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതായി സീ ലൈഫിനകത്താണ് നമ്മൾ ആദ്യം കയറുന്നത്. ഇതൊരു അക്വേറിയം പോലെയാണ്, പക്ഷെ നമ്മളുടെ ടാമ്പയിലുള്ള അക്വേറിയം ഭയങ്കര വലുതാണ് കേട്ടോ. അത് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഇത് കുറച്ച് ചെറുതാണ്. അവളെ കൊണ്ട് ആദ്യം ഇതിനകത്ത് ചെന്നപ്പോൾ ഓക്കെ ആയിരുന്നു, പക്ഷേ ഏകദേശം ഉച്ച സമയത്ത് അവൾ ഉറങ്ങുന്ന ടൈമായിരുന്നു. അതുകൊണ്ട് ആദ്യത്തെ കുറച്ച് നേരം വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾക്ക് ഭയങ്കര വാശിയായിരുന്നു. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഡിം ലൈറ്റില്ലേ, അവൾക്ക് ഇരുട്ട് വരുന്നത് വലിയ താല്പര്യമില്ല. ഈ ഒരു മെർമെയ്ഡിൻ്റെ സ്ഥലത്തെത്തിയപ്പോൾ അവൾ ഭയങ്കര കരച്ചിലായിരുന്നു. ഞാനാണെങ്കിൽ മെർമെയ്ഡിനെ കാണിക്കാനൊക്കെ ട്രൈ ചെയ്തു, പക്ഷേ അവൾക്ക് വിശന്നിട്ട് ഉറക്കം വന്നിട്ടും ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ അവൾക്ക് പാൽ കൊടുത്ത് അവളെ അങ്ങ് ഉറക്കി കേട്ടോ. അതുകൊണ്ട് അതിനിടയിലുള്ള അധികം വിഷ്വൽസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ ഓൾമോസ്റ്റ് എക്സിറ്റിൻ്റെ അവിടെ ആയായിരുന്നു. ആക്ച്വലി ആ സീ ലൈഫ് എനിക്ക് വലിയ എക്സൈറ്റിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല, കാരണം നമ്മൾ ടാമ്പയിലെ വലിയ അക്വേറിയത്തിൽ പോയതുകൊണ്ടാവാം. ബട്ട് ഈ ഒരു വാക്സ് മ്യൂസിയം ഉണ്ടല്ലോ, ശരിക്കും വേർത്തായിരുന്നു. ഒരുപാട് സെലിബ്രിറ്റീസിൻ്റെ വാക്സ് സ്റ്റാച്യൂസ് ഉണ്ട്, എല്ലാം നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ഒറിജിനൽ പോലെ തോന്നി. ആദ്യം തന്നെ എബ്രഹാം ലിങ്കണും ജോർജ് വാഷിങ്ടണും നീൽ ആംസ്ട്രോങ്ങും ഒക്കെ ആയിരുന്നു കേട്ടോ. ഞാൻ ഇവരോടൊക്കെ ഒന്ന് ഫോട്ടോസൊക്കെ എടുത്തു. ഈ നീൽ ആംസ്ട്രോങ്ങിൻ്റെ കൂടെ നമ്മൾ മൂണിലെത്തുന്നത് ആ ടി വിയിൽ വരും കേട്ടോ, അവിടെ പോയി ഫോട്ടോ എടുക്കുമ്പോൾ. പിന്നെ വൈറ്റ് ഹൗസിൻ്റെ മെയിൻ പ്രസിഡൻറ്റിൻ്റെ റൂമാണ്. ഒബാമയുണ്ട്, ബൈഡൻ ഉണ്ട്, കമല ഹാരിസ് ഉണ്ട്, ട്രംപ് ഉണ്ട്. പിന്നെ ഇത് ഐൻസ്റ്റീൻ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി കേട്ടോ അടുത്ത് ചെന്ന് കണ്ടപ്പോൾ ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റീവ് ജോബ്സ്, കുറേ പേരുണ്ട്. എനിക്ക് എല്ലാവരെയും ഒന്നും ഇതിനകത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര ബോറായിരിക്കും. അത്യാവശ്യം കുറച്ച് എല്ലാവർക്കും അറിയാവുന്ന കുറച്ച് പേരുടെ മാത്രം കാണിക്കുന്നുള്ളൂ. ഇത് അവിടെ ജസ്റ്റ് സൈഡിൽ വെച്ചിരുന്ന ഒരു ആർട്ട് വർക്ക് പോലെ എന്തോ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് സെലിബ്രിറ്റീസിൻ്റെ എല്ലാം പാം ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ടെലിസെഫ്റ്റനിൽ വെച്ചപ്പോൾ നല്ല കറക്റ്റ് ഫിറ്റ്. അതിനുശേഷം പിന്നെ സ്പോർട്സ് ആളില്ലായിരുന്നു, റൊണാൾഡോ, നെയ്മർ, ബെക്കാം. ആൻഡ് നെക്സ്റ്റ് സിംഗേഴ്സ് ആയിരുന്നു കേട്ടോ. റിഹാന, ഡുവാലിപ്പ. എനിക്കാണെങ്കിൽ റിഹാനയും ഹാരി സ്റ്റൈൽസും ഒക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് തോന്നി, ജീവനുള്ള പോലെ. അതിനുശേഷം വരുന്നത് ബിയോൺസെയും മൈക്കിൾ ജാക്സനും ഒക്കെ ആയിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. കുറേ ടൈം സ്പെൻഡ് ചെയ്താണ് കേട്ടോ നമ്മൾ എല്ലാം കണ്ട് മാറിയത്. അപ്പോഴേക്കും ഇഷ്യൂ ഉണർന്നിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് കുറച്ച് മൂവി ക്യാരക്ടേഴ്സൊക്കെയാണ് വരുന്നത്, ഷ്രെക്കും കുംഫു പാണ്ഡെയൊക്കെ. അപ്പോൾ ഇപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയാണ്, കാരണം ഉറക്കം കറക്റ്റായി, പാലൊക്കെ കുടിച്ച് അങ്ങനെ ഫ്രഷ് ആയിട്ട് എണീറ്റതാണല്ലോ. ആൻഡ് ഓൾസോ ഇവിടെ നിറച്ച് ലൈറ്റും കാര്യങ്ങളും ഒക്കെയാണ്, അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ടൈലർ സ്വിഫ്റ്റ്, സെലീന ഗോമസ്, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. അതെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ അവിടെ ഒരു 1 hour സ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. നമ്മളെല്ലാം കൂടി ഒരു 4 hours ഇവിടെ സ്പെൻഡ് ചെയ്തു. ഈ 4 hours നടത്തമായിരുന്നു. അത് കാരണം ദാഹിച്ചിട്ട് വയ്യായിരുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. പിന്നെ ഈ ഒരു വീലും കൂടെ ഉണ്ടായിരുന്നു പാക്കേജിൽ, പക്ഷേ ഇന്ന് അത് ഓഫാണ്, വർക്കിംഗ് ആണ്. അങ്ങനെ നമ്മളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇറങ്ങി. ഭയങ്കര ചൂട്, ഒട്ടുക്കൊക്കെ ചൂട്. അതുകൊണ്ട് സ്ലഷ് വാങ്ങിച്ചു, മാംഗോ സ്ലഷ്. ആക്ച്വലി നമ്മൾ ഇൻഡോറാണ് സ്പെൻഡ് ചെയ്ത്, ഔട്ട്ഡോറിലൊരു 10-15 മിനിറ്റ് നടന്നുള്ളെങ്കിലും തളർന്നു പോയിട്ടോ, അത്രയും ചൂടാണ്. അവൾ ഏകദേശം ഉറങ്ങാറായി ഇരിക്കുമായിരുന്നു. നമ്മൾ തിരിച്ചു പോകുന്ന വഴി കോസ്കോയിലൂടെ കയറി. ഇവിടുത്തെ കോസ്കോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്, ഇതൊരു ബിസിനസ് കോസ്കോ സെൻറ്ററാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോർമൽ കോസ്കോയിൽ കിട്ടാത്ത ചില സാധനങ്ങൾ കിട്ടും. അതിൽ മെയിൻ സാധനമാണ് ഈ ഒരു മട്ടൺ, അതായത് ഗോട്ട, ഓസ്ട്രേലിയൻ ഗോട്ട. പക്ഷേ ഇതിങ്ങനെ കട്ട് പീസായിട്ടാണ് കേട്ടോ, വലിയൊരു ക്വാണ്ടിറ്റിയാണ്. ഇത് 2 വർഷം വരെയും ഫ്രീസറിൽ സേഫായിട്ടിരിക്കുന്ന സാധനം. അപ്പം ഇത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് നമ്മൾ കയറിയത്. പിന്നെ കുറച്ച് 2-3 സാധനങ്ങളും കൂടെ എടുത്തു കേട്ടോ. എനിക്കിപ്പോൾ ഇത് വ്ളോഗ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത്, മൈക്കില്ലാത്തതുകൊണ്ട് ഔട്ട്ഡോറിൽ ചെല്ലുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് സംസാരിച്ച് വ്ളോഗ് ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് തവണ ഇതുപോലെ ഔട്ട്ഡോർ പോയി ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും വ്ളോഗ് ചെയ്യുമ്പോൾ മൈക്ക് വെച്ചിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതുകൊണ്ട് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം ആ ഒരു കുറച്ച് പോർഷനിൽ. പിന്നെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി തിരിച്ച് നേരെ വീട്ടിലോട്ട് പോവാണ്. എൻ്റെ എല്ലാ അടപ്പും ഇളകി, ഇത്രയും 4 മണിക്കൂർ നടന്നിട്ട്. പിന്നെ അതിൻ്റെ കൂടെ അസഹനീയമായ ചൂടും, ഇൻഡോറായിട്ട് തന്നെ ഇങ്ങനെ. അപ്പം ഔട്ട്ഡോർ ആലോചിക്കാനേ വയ്യ. അവൾ ഉറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇനിയും വീട്ടിൽ ചെന്ന് ബാക്കിയൊന്നും എടുക്കാനുള്ളൊരു ത്രാണി എനിക്കില്ല. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വേറൊരു വീഡിയോ